ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടി ചാവും. അതാ നല്ലത്. അച്ഛന്റെ മുഖത്തിനെ നേരത്തെ തന്നെ ക്യാമറ വീഴ്ചില്ല. ഞാൻ നിന്നെ ഇവന് വിവരമില്ല. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ചോ? കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം നിനക്ക് മനസ്സിലായില്ലല്ലേ? കൊച്ചുവെളുപ്പാങ്കാലം തൊട്ടുള്ള വിളിയാ. കാസിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് അല്ലേ? ഉവ്വടാ, പേടിക്കണ്ട. നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ ഒരു ഉരുട്ടല്ലേ? എന്തിനാ? നിനക്കൊക്കെ കണ്ടു രസിക്കാനാ? ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവലോന്ന് വെച്ചാ അല്ലടാ. അത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? 16 വെളുപ്പിന് 6:30 മണിക്കാണ് എന്റെ ജനനം. ഓ, ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ? ആ ജിമ്മി ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങി വെച്ചോ.